നമസ്കാരം. 31 വർഷത്തെ ചരിത്രത്തിൽ അമ്മ സംഘടന ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. താരങ്ങൾ തമ്മിൽ അടിയാണ്, അത് പ്രത്യക്ഷമായും പരോക്ഷമായും. സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നടക്കുന്നത് പോലെയാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനായി ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടയിൽ എന്തൊക്കെ നാടകങ്ങൾ! പത്രിക സമർപ്പിക്കുന്നു, അത് പിൻവലിക്കുന്നു, സ്ത്രീകൾ വരണമെന്ന് പറയുന്നു, അതിനിടയിൽ ഒരു മെമ്മറി കാർഡ് വിവാദം വരുന്നു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ മെമ്മറി കാർഡ് വിവാദമാണ്. സത്യം പറഞ്ഞാൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഇതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 14-15ഓളം പേരാണ്. കാരണം കുക്കു പരമേശ്വരൻ എന്ന വ്യക്തി ഈ 14ഓളം സ്ത്രീകളെ ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിൽ വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എന്ന വ്യാജേന അവരോട് പോലും പെർമിഷൻ ചോദിക്കാതെ വിഷ്വൽസ് റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൽ കൃത്യമായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന 3 നടിമാരാണ് നിലവിലുള്ളത്. അതിൽ ഒന്ന് പ്രിയങ്കയാണ്, ഒന്ന് പൊന്നമ്മ ബാബു, മറ്റൊന്ന് ഉഷ ഹസീന എന്നീ നായികമാർ. നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് അമ്മയിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതായത് താരങ്ങളെ നമ്മൾ സ്ക്രീനിൽ കണ്ട് ആരാധിച്ച് ആദരിച്ച് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിലവിൽ ഇവരൊരു വലിയ പ്രതിസന്ധിയിലേക്ക് മാറി നിൽക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിൽ ഒരു വലിയ യുദ്ധമായി മാറുകയാണ് മെമ്മറി കാർഡ് വിവാദം. അതൊരു വലിയ വിവാദം തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഈ വനിതകൾ തന്നെ പറയുന്ന കാര്യം കുക്കു പരമേശ്വരൻ മത്സരിക്കരുത് എന്നുള്ളതാണ്. കാരണം കുക്കു പരമേശ്വരൻ്റെ കയ്യിൽ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യങ്ങളുണ്ട്. മെമ്മറി കാർഡ് അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുക്കു പരമേശ്വരൻ മത്സരിച്ചാൽ മെമ്മറി കാർഡിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് ഉഷ ഹസീന വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രതിസന്ധിയിലേക്ക് അമ്മയെ കൊണ്ട് നീക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഉഷ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഹേമ കമ്മിറ്റി വിഷയവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം, അത് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള കാര്യം ഈ നടിമാർ ചേർന്ന് പറയുന്നു. അതിനുശേഷം കുക്കു പരമേശ്വരൻ ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, അടുത്ത ദിവസം നിങ്ങൾ വരണം, നിങ്ങൾ മീറ്റിങ്ങിൽ കൂടണം, സ്ത്രീകൾ എല്ലാവരും മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ്, അതിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഉഷ ഹസീന തിരിച്ചു ഇടവേള ബാബുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, കുക്കു ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ കുക്കു വിളിക്കാൻ കാരണം, കുക്കുവിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഇടവേള ബാബു പറയുന്നു, കുക്കുവിനെ ഞങ്ങളാണ് ഏർപ്പെടുത്തിയത്, നിങ്ങൾ ഒരു കുഴപ്പവുമില്ല, വന്നാൽ മതി, അടുത്ത ദിവസം അതായത് നാളെ ആണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്ന് പറയുന്നു. ഉഷ അവിടെ പോകുന്നു. അവിടെ പോയതിനു ശേഷം കാണുന്നത് ആകെ ഒരു 14 സ്ത്രീകളെയാണ്. 12-14 വനിതകൾ മാത്രമാണ് ആ മീറ്റിംഗിലുള്ളത്. അതായത് അമ്മയെപ്പോലെ 505 മെമ്പർമാരുള്ള താരസംഘടനയിൽ ഏകദേശം ഏറ്റവും കൂടുതലുള്ളത് വനിതകളാണ്. അതിൽ നിന്നും 14 പേര് മാത്രമാണ് ഈ മീറ്റിംഗിലുള്ളത്. സ്വാഭാവികമായും അവർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറയുന്നത്, ഒരു ഹോളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കുക്കു പറയാണ്, പറയൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ എന്ന് കാര്യങ്ങൾ പറയുന്നു. ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. അതിനുശേഷം ഇവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ക്യാമറ റോളിംഗ് ആണെന്ന് മനസ്സിലാകുന്നതെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ഉഷയെ പോലുള്ള നടിമാർ അവർ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു. എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ആവശ്യമുണ്ട്, ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ കൃത്യമായി അവരുടെ അനുവാദമില്ലാതെ അവർ റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു. അവർ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഇവർ റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കുക്കു പരമേശ്വരനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഓരോ അടുത്തു നിന്നും ഓരോ താരങ്ങൾ നേടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പറയേണ്ടി വരും. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം മത്സരിച്ചിരുന്നത് 6 പേരാണ്. ആ 6 പേരിൽ നിന്ന് ചുരുക്കി ഇപ്പോൾ 2 പേരായി മാറി. ദേവനും ശ്വേതാമേനും ഇവർ തമ്മിൽ മാത്രമാണ് മത്സരം. ജഗദീഷ് ആവട്ടെ ആദ്യം പത്രിക സമർപ്പിച്ചു. അതിനുശേഷം ജഗദീഷിനെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. കാരണം ജഗദീഷ് ബാബുരാജിനെ പിന്തുണയ്ക്കുന്ന ഒരു വിവാദം വന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾ മുന്നോട്ട് വരണം, അതുകൊണ്ട് ജഗദീഷിനെ പോലുള്ള ഒരു താരങ്ങൾ പത്രിക പിൻവലിക്കണം എന്നൊരു ആവശ്യം ഒരു ഭാഗത്ത് നിന്നുണ്ടായതിനു ശേഷം ജഗദീഷ് ആ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത് ശ്വേതാമേനോൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം പൊന്നമ്മ ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്വേത മത്സരിക്കട്ടെ, ദേവനും മത്സരിക്കട്ടെ, അതിൽ ഞങ്ങൾക്ക് തോന്നുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണ് യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യ, അവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കുക്കു പരമേശ്വരൻ മത്സരിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കുക്കു പരമേശ്വരനെതിരെ ഒരുപാട് വിവാദങ്ങൾ, മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുമ്പോൾ കുക്കുവിനെ എന്തുകൊണ്ട് നമ്പണം
എന്തുകൊണ്ട് കുക്കുവിനെ വിശ്വസിക്കണം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം കുക്കു ഈ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഒരുപാട് നാളുകളായി, നാളിതുവരെ വനിതകളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ മുൻപന്തിയിൽ നിൽക്കാത്ത വ്യക്തിയാണ് കുക്കു പരമേശ്വരൻ എന്നുള്ളത് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കുക്കു പരമേശ്വരൻ മത്സരിക്കരുത് എന്നൊരു വലിയ വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, വ്യക്തമാക്കുന്നത് അവരുടെ നിലപാടെന്നത് കൂടി പറയേണ്ടി വരും. ഇനിയും ഞാൻ പറയുന്നു, ഒരുപാട് വനിതകൾ, പ്രത്യേകിച്ച് അമ്മയിലുള്ള സംഘടനയിലുള്ള പ്രധാനപ്പെട്ട നായികമാർ, നടിമാർ എല്ലാവരും തന്നെ മുന്നോട്ട് വരും. അവരവരുടെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ്. കാരണം 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനിയും 12 ദിവസം ബാക്കിയുണ്ട്. അതിനിടയിൽ നമ്മൾ ഇതുവരെ കാണാത്ത നാടകീയ രംഗങ്ങളൊക്കെ തന്നെ ഇനിയും അരങ്ങേറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജ് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോൾ ബാബുരാജിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആരോപണ വിധേയനായ ബാബുരാജ് മാറി നിൽക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ബാബുരാജ് തന്നെ FB പോസ്റ്റിൽ വന്ന് പറയുന്നു, താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള പത്രിക പിൻവലിക്കുകയാണ്. ഇത്രയും നാൾ താൻ പണിയെടുത്തതിന് ആകെ കിട്ടിയത് ഇതുപോലുള്ള മാനഹാനി മാത്രമാണ്, വിഴുപ്പലക്കലിന് താനില്ല എന്നും ബാബുരാജ് പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ താരങ്ങൾക്കിടയിൽ പ്രത്യക്ഷവും പരോക്ഷവുമായി നിറഞ്ഞു നിൽക്കുന്ന പോര്, ചേരിതിരിവ്, സത്യം പറയുകയാണെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വരുന്നത് ഓഡിയോ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അവർക്കിടയിലെ ചർച്ചകൾ, വീഡിയോ സന്ദേശങ്ങൾ, അനൂപ് ചന്ദ്രന്റെയും നാസർ ലത്തീഫിന്റെയും ഒക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അങ്ങനെ അമ്മ സംഘടന ഒരു പിളർപ്പിലേക്ക് പോവുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയമില്ലെന്നേ. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ശ്വേതയും ദേവനും മത്സരിക്കുമ്പോൾ ഇരുവരെയും പിന്തുണയ്ക്കാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ അമ്മ എന്ന സംഘടനയിലുണ്ട്. അവർ പറയുന്നത് ജനാധിപത്യപരമായി മാത്രം മുന്നോട്ട് പോകുന്നുവെന്ന ഒറ്റ അടിസ്ഥാനത്തിന്റെ പുറത്ത് ഇരുവരെയും വോട്ട് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. സോ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നം, അമ്മ സംഘടനയിൽ ഒരു പ്രസിഡന്റ് വന്നാലോ, ഒരു ജനറൽ സെക്രട്ടറി വന്നാലോ, ഒരു ട്രഷറർ വന്നാലോ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇത്രയും നാളും ഉണ്ടായത് ജനകീയനായ ആളുകളായിരുന്നു. ഇപ്പൊ ഇടവേള ബാബു ആയിക്കോട്ടെ, ഇടവേള ബാബു ജനകീയനാണ്. അമ്മ എന്ന സംഘടനയിൽ ഇടവേള ബാബു ജനകീയൻ തന്നെയാണ്. ഇന്നസെന്റിനെ എതിർക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ആരെതിർക്കാനാണ്? മോഹൻലാൽ വീണ്ടും വരണം എന്ന ആവശ്യം വളരെ ശക്തമായി വരികയാണ്. കാരണം പല താരങ്ങളും പറഞ്ഞതുൾപ്പെടെ അത് അമ്മ എന്ന സംഘടനയ്ക്ക് വലിയ ഗുണം ചെയ്യുക എന്നത് മാത്രമാണ് മോഹൻലാൽ വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ പോലൊരു താരം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ ആളുകൾ വരുന്നതോട് കൂടി അമ്മ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല പ്രേക്ഷകരെ. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പോകുന്ന ബഹളം, നമ്മൾ ഇത്രയും നാളും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നമ്മൾ നൽകിക്കൊണ്ടേയിരുന്നു. ഇനിയും നടക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ നാടകങ്ങളാണ്. ഞാൻ പറഞ്ഞത് 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഇനിയും വെളിപ്പെടുത്തലുകൾ വരും. ഇനിയും പല തരത്തിലുള്ള എവിഡൻസുകൾ പുറത്തു വരും. ഇനിയും പല ആരോപണങ്ങൾ ഉയരും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു. അതിനിടയിൽ അനൂപ് ചന്ദ്രൻ അൻസിബ ഹസനെതിരെ പറഞ്ഞു. അൻസിബ ഹസൻ അത് പരാതിയുമായി മുന്നോട്ട് പോയി മുഖ്യമന്ത്രിക്കും കമ്മീഷൻ ഓഫീസിലും പരാതി കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ പരസ്യമായ ഒരു രീതിയിൽ അമ്മ മാറുകയാണ്. അമ്മ പിളർപ്പിലേക്ക് തന്നെ നീങ്ങുകയാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പുറത്തു വന്നു, അന്ന് തുടങ്ങിയതാണ് അമ്മയുടെ നാശം. ആ നാശം അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റിയായി 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെക്കുന്നു, അഡ്ഹോക് കമ്മിറ്റിയായി രൂപപ്പെടുന്നു. അതിനുശേഷം അമ്മയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മാറുമെന്ന് അന്ന് ഉയർന്നിരുന്ന കാര്യങ്ങൾ പിന്നീട് അതിലും വഷളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മെമ്മറി കാർഡ് വിവാദം കത്തുകയാണ്. കുക്കു പരമേശ്വരനാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്നത് മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ കുക്കുവിന് പുറകെയും ആളുണ്ട്, കുക്കുവിന് പുറമേയും ആളുണ്ട്. കുക്കുവിൻ്റെ ഈ ഒരു പ്രശ്നം, അതായത് മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇനിയും താരങ്ങൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ പുറത്തു വരും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അമ്മ പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെ വീക്ഷിക്കുകയാണ് കേരള ജനത. കാരണം ഇതൊരു സാധാരണ സംഘടനാ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി ഒരു വാശിയും വൈരാഗ്യവും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായി മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അമ്മ പിളരുകയാണോ എന്നുള്ളതാണ്.